നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചീഫായി നിയമിതനായത് ആരാണ്? നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ NCRBയുടെ ചീഫായി ആരാണ് നിയമിതനായത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, അലോക് രഞ്ജൻ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRBയുടെ പുതിയ ചീഫ് അലോക് രഞ്ജൻ. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO ആയും നിയമിതനായത് ആരാണ്? റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO ആയി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, സതീഷ് കുമാർ. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് CEO സതീഷ് കുമാർ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, പ്രവീൺ സൂദ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദ്. 26ാമതായി നിയമിതനായ RBIയുടെ പുതിയ ഗവർണർ ആരാണ്? 26ാമതായി നിയമിതനായ RBIയുടെ പുതിയ ഗവർണറാണ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, സഞ്ജയ് മൽഹോത്ര. 26ാമതായി നിയമിതനായ RBIയുടെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, പർവതനാനി ഹരീഷ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് പർവതനനി ഹരീഷ്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതനായത് ആരാണ്? നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പുതിയ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതനായത്? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, അനുരാഗ് ഗർഗ്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB പുതിയ ഡയറക്ടർ ജനറൽ അനുരാഗ് ഗർഗ്. 2024 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി പുതിയതായി നിയമിച്ചത് ആരെയാണ്? 2024 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി പുതിയതായി നിയമിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ചെല്ല ശ്രീനിവാസലു ഷെട്ടി. 2024 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെട്ടി. 51ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മേധാവിയായി ആരാണ് നിയമിതനായത്? 51ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മേധാവി? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ പുതിയ CAG ആയി നിയമിതയത് ആരാണ്? ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, K സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ പുതിയ CAG ആയി നിയമിച്ചത് K സഞ്ജയ് മൂർത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 26ാമത് DG ആയി ആരാണ് നിയമിതനായത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 26ാമത് DG ആയി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, S പരമേശ് ശിവമണി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 26ാമത്തെ DG S പരമേശ് ശിവമണി. ജയ്ഷ ഏത് സംഘടനയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനായാണ് മാറിയത്? ജയ്ഷ ഏത് സംഘടനയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനായാണ് മാറിയത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനാണ് ജയ്ഷ. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, ശരത് കമൽ. ITTF ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡറാണ് ശരത് കമൽ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, രൺധീർ സിംഗ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് രൺധീർ സിംഗ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറായി ആരാണ് നിയമിതനായത്? EDയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, രാഹുൽ നവീൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്?
ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ കരീന കപൂർ ഖാൻ. യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ കരീന കപൂർ ഖാൻ. താഴെ പറയുന്നവരിൽ ആരാണ് അടുത്തിടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്? താഴെ പറയുന്നവരിൽ ആരാണ് അടുത്തിടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ രാജേഷ് കുമാർ സിംഗ്. അടുത്തിടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ്. താഴെ പറയുന്നവരിൽ ആരാണ് അടുത്തിടെ ക്യാബിനറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത്? അടുത്തിടെ ക്യാബിനറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ ടി വി സോമനാഥ്. ക്യാബിനറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ടി വി സോമനാഥ്. ദേശീയ വനിതാ കമ്മീഷൻ NCW ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ വിജയ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിച്ചത് വിജയ രഹത്കർ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി നിയമിതനായത്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ ഷമ്മി സിൽവ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി നിയമിതനായത് ഷമ്മി സിൽവ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ വനിതാ ഡയറക്ടർ ജനറലായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ വനിതാ ഡയറക്ടർ ജനറലായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ ഡോക്ടർ എൻഗോസി ഒക്കോൻജോ-വെയില. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ വനിതാ ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻഗോസി ഒക്കോൻജോ-വെയില. FBI-യുടെ ഡയറക്ടറായി ആരാണ് നിയമിതനായത്? FBI-യുടെ ഡയറക്ടറായി നിയമിതനായത്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ കാഷ് പട്ടേൽ. FBI-യുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് കാഷ് പട്ടേൽ. ഹാരിണി അമർസാരിയ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായാണ് നിയമിതനായത്? ഹാരിണി അമർസാരിയ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായാണ് നിയമിതയായത്? ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ ശ്രീലങ്ക. ശ്രീലങ്കയിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ഹാരിണി അമർസാരിയ. നാസയുടെ തലവനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരെയാണ് നിയമിച്ചത്? നാസയുടെ തലവനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരെയാണ് നിയമിച്ചത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ ജാരഡ് ഇസാക്മാൻ. നാസയുടെ തലവനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചത് ജാരഡ് ഇസാക്മാൻ. നാറ്റോ 2024-ൻ്റെ സെക്രട്ടറി ജനറലായി നിയമിച്ചത് ആരെയാണ്? നാറ്റോ 2024-ൻ്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ മാർക്ക് റിട്ടെ. നാറ്റോ 2024-ൻ്റെ സെക്രട്ടറി ജനറലായി നിയമിച്ചത് മാർക്ക് റിട്ടെ. അവസാനത്തെ ചോദ്യം. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതനായത് ആരാണ്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത് ആരാണ്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ ക്രിസ്റ്റലിന ജോർജീവ. IMFൻ്റെ ഡയറക്ടർ ജനറൽ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ക്രിസ്റ്റലിന ജോർജീവ.